أشهد أن لا الله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കുഞ്ഞുങ്ങളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിർദ്ദേശങ്ങളാണ് നാം ശനിയാഴ്ച തോറും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഗർഭകാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനു വേണ്ടി മാതാക്കളും പിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തത്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് പോസ്റ്റ് നാറ്റൽ പാരൻറ്റിംഗ് എന്ന തലക്കെട്ടിന് കീഴിൽ നടക്കാറുള്ളത്. ഇസ്ലാമികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച കുഞ്ഞിന് ചെയ്ത കാര്യങ്ങൾ സ്വഹീഹായ ഹദീസുകളിൽ വന്ന ചില കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ജനിച്ച കുഞ്ഞിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മധുരം നൽകിയതായി കാണാൻ കഴിയും. ഈത്തപ്പഴം കൊണ്ട് അത് ചാലിച്ച് മധുരം നൽകിയത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രവാചകൻ തൻ്റെ അടുത്ത് ജനിച്ചയുടനെ കൊണ്ടുവരപ്പെട്ട കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഞ്ഞിൻ്റെ മുടി നീക്കണമെന്ന് കൽപ്പിക്കുകയും അത് പ്രത്യേകമായി മാതൃകയായി കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുത്തമമായ ദിവസം 7ാമത്തെ ദിവസമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജനിച്ച കുഞ്ഞിന് നല്ല പേര് വിളിക്കുക എന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ളതാണ്. 1ാമത്തെ ദിവസമോ 7ാമത്തെ ദിവസമോ അതിനുത്തമമായ ദിവസമെന്നും റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽപ്പെട്ടതാണ് ജനിച്ച കുഞ്ഞിനു വേണ്ടി ബലിയറുക്കുക എന്നതും. അഖീഖ എന്നാണ് അതിനറിയപ്പെടുക. ആൺകുട്ടിയാണെങ്കിൽ 2 ആടുകളും പെൺകുഞ്ഞാണെങ്കിൽ 1 ആടിനെയും അറുക്കുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഇതും 7ാം ദിവസം അറുക്കുകയാണെങ്കിൽ അതാണ് ഉത്തമം എന്നും പഠിപ്പിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ചേലാകർമ്മം നിർവഹിക്കുക എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമുള്ള പൂർവ്വ പ്രവാചകന്മാരുടെയുമെല്ലാം സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതാണ്. ഇതിന് പ്രത്യേക ദിവസം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ട്
മാതാവ് പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ട കാര്യം തൻ്റെ കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് വേണ്ടി സർവശക്തൻ തന്നെ തൻ്റെ ശരീരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് മുലപ്പാൽ എന്ന വസ്തുതയാണ്. മുല കൊടുക്കേണ്ടത് 2 വർഷമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. ഖുർആനിലെ 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 14-ാമത്തെ വചനത്തിൽ നമുക്ക് ഇക്കാര്യം കാണാൻ കഴിയും. മുലകൊടി പ്രായവും ഗർഭധാരണ സമയവും കൂട്ടിയാൽ 30 മാസമാണ് എന്ന് ഖുർആനിലെ 46-ാമത്തെ അധ്യായം സൂറത്തു സുഖ്റുഫിലെ 15-ാമത്തെ വചനത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിമം പീരീഡ് ഓഫ് പ്രഗ്നൻസി, ഏറ്റവും ചുരുങ്ങിയ ഗർഭകാലം 6 മാസമാണ് എന്ന് നിർദ്ധരിച്ച് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായിരുന്നാലും 2 വർഷം മുല കൊടുക്കുക എന്നത് മാതാവിൻ്റെ ഉത്തരവാദിത്തവും അത് ലഭിക്കുക എന്നത് കുട്ടിയുടെ അവകാശവുമാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അവിടെ പ്രകൃതിപരമായ കാരണങ്ങളാൽ മാതാവിന് മുലപ്പാൽ വറ്റിപ്പോവുകയോ അതല്ലെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ മുലപ്പാൽ കൊടുക്കേണ്ടതില്ല എന്നോ കൊടുക്കാൻ പാടില്ല എന്നോ വിശ്വസ്തരായ വിശഗ്വരന്മാർ വിധിക്കുകയോ ചെയ്താലല്ലാതെ മുലപ്പാൽ കൊടുക്കാതിരിക്കുന്നത് കുഞ്ഞിനോട് ചെയ്യുന്ന അക്രമമാണ് എന്നാണ് ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ മുലപ്പാലിനെക്കുറിച്ച് പറയുമ്പോൾ പോസ്റ്റ് നാറ്റൽ പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പാഠം തന്നെ മുലപ്പാൽ കൊടുക്കുക എന്നതാണ്. ആദ്യത്തെ 6 മാസക്കാലം കുഞ്ഞിന് മുലപ്പാൽ തന്നെ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞിൻ്റെ ശരീരത്തിനാവശ്യമായ സാധനങ്ങളെല്ലാം മാതാവിൻ്റെ മുലപ്പാലിൽ സമർത്ഥമായി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അത് മനുഷ്യൻ്റെ മുലപ്പാൽ മറ്റ് ജീവികളുടെ മുലപ്പാലുമായി താരതമ്യം ചെയ്യുമ്പോൾ തികച്ചും വ്യത്യസ്തമാണ്. മറ്റ് ജീവികളുടെ മുലപ്പാലിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്തതോ അതല്ലെങ്കിൽ നിർമ്മിച്ചെടുത്തതോ ആയ ബേബി ഫുഡുകൾ മുലപ്പാലിന് ഒരിക്കലും സമാനമാവുകയില്ല. യഥാർത്ഥത്തിൽ മറ്റു ജീവികളുടെ പാല് ആ ജീവികളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ ലാക്കാക്കിക്കൊണ്ട് സർവശക്തൻ ആ മാതാക്കളിൽ നിക്ഷേപിച്ചതാണ്. അത് ആ കുഞ്ഞുങ്ങളുടെ വളർച്ചക്കാണ് ആവശ്യം. യഥാർത്ഥത്തിൽ മനുഷ്യ ശിശുവിൻ്റെ ശരീരം വളരുന്നതിനേക്കാൾ വേഗത്തിൽ വളരേണ്ടത് അതിൻ്റെ തലച്ചോറാണ്. മറ്റ് ജീവികൾക്കാകട്ടെ ശരീരപേശികളാണ് വളരേണ്ടത്. ശരീരത്തിലെ എല്ലാണ് കൂടുതൽ ശക്തമാകേണ്ടത്. ആ രൂപത്തിൽ തന്നെയാണ് ആ ജീവികളുടെ മുലപ്പാലുള്ളത്. മനുഷ്യൻ്റെ മുലപ്പാലിൻ്റെ ഒരു കപ്പിൽ 2.5 ഗ്രാം പ്രോട്ടീനാണുള്ളതെങ്കിൽ പശുവിൻ്റെ മുലപ്പാലിൽ അത് 7.9 ഗ്രാമാണ്. ആടിൻ്റേതാകട്ടെ 8.7 ഗ്രാമാണ്. എന്താ അവിടെ തമ്മിലുള്ള വ്യത്യാസം? പ്രോട്ടീൻ ശരീരപേശികളുടെ നിർമ്മാണത്തിന് കൂടുതൽ ഉപയോഗപ്പെടും. മറ്റ് ജീവികൾക്ക് അതാണ് സംഭവിക്കേണ്ടത്. കുഞ്ഞിനാകട്ടെ ആ സന്ദർഭത്തിൽ ശരീരപേശികൾ വളർന്നു വരേണ്ടതില്ല ജീവികളുമായി താരതമ്യം ചെയ്യുമ്പോൾ. മറ്റ് ജീവികൾക്ക് മനുഷ്യൻ്റെ മുലപ്പാലിലെ ഒരു കപ്പിൽ 79 ഗ്രാം കാൽസ്യമാണുള്ളതെങ്കിൽ അത് പശുവിൻ്റേത് 276 ഗ്രാമും ആടിൻ്റേത് 327 ഗ്രാമുമാണ്. എല്ലുകളുടെ വളർച്ചക്കും ബലപ്പെടുന്നതിനുമാണ് കാൽസ്യം നിമിത്തമാകേണ്ടത്. അത് മറ്റ് ജീവികളെപ്പോലെ മനുഷ്യൻ്റേത് ഈ പ്രായത്തിൽ അനിവാര്യമല്ല. എന്നാൽ മനുഷ്യൻ്റേത് ഈ സമയത്ത് തലച്ചോറാണ് വളരേണ്ടത്. കൂടുതൽ പ്രതിരോധ ശക്തി കൂടുതൽ ആവശ്യമുണ്ട് കുഞ്ഞിന്.
അതുകൊണ്ട് തന്നെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ് മനുഷ്യൻ്റെ മുലപ്പാലിൽ ഒരു കപ്പിൽ 17 ഗ്രാം ഉള്ളപ്പോൾ അത് പശുവിൻ്റേത് 11 ഗ്രാമും ആടിൻ്റേത് 10.9 ഗ്രാമുമാണ് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. വൈറ്റമിൻ സി ആകട്ടെ മനുഷ്യൻ്റേത് 12.3 ഗ്രാമാണെങ്കിൽ പശുവിൻ്റേതിൽ വൈറ്റമിൻ സിയുടെ അളവ് കാണാതിരിക്കുകയും എന്നാൽ ആടിൻ്റേതിൽ 3.2 ഗ്രാം വൈറ്റമിൻ സി കാണുകയും ചെയ്യുന്നു. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് മറ്റ് ജീവികളുടെ മുലപ്പാൽ ഒരിക്കലും തന്നെ മനുഷ്യൻ്റെ പാലിനോട് താരതമ്യം ചെയ്യാൻ പോലും സാധ്യമല്ല. അത് പശുവിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, പശുക്കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കിയതാണ് പശുവിൻ്റെ മുലപ്പാൽ. മനുഷ്യക്കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കിയതാണ് മനുഷ്യൻ്റെ മുലപ്പാൽ. ആ രൂപത്തിലാണ് അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് ഉള്ളത്, പ്രോട്ടീൻ ഉള്ളത്, വൈറ്റമിൻ സി ഉള്ളത്, കാൽസ്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ മുലപ്പാൽ കൊടുക്കുക എന്നത് കുഞ്ഞിൻ്റെ ശാരീരികമായ വളർച്ചയ്ക്ക് അനിവാര്യമാണ്, മാനസികമായ വളർച്ചയ്ക്ക് അനിവാര്യമാണ്, വൈകാരികമായ വളർച്ചയ്ക്ക് പോലും അനിവാര്യമാണ്. അത്ഭുതകരമായ പുതിയ എൻഡോക്രൈനോളജിയിലെ അന്തഃസ്രാവ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പുതിയ പഠനങ്ങൾ വൈകാരിക വളർച്ചയ്ക്ക് മുലപ്പാൽ എങ്ങനെയാണ് നിമിത്തമാകുന്നത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മുലപ്പാൽ കൊടുക്കുന്നത് കുഞ്ഞിന് നല്ലതാണ്, മാതാവിനും നല്ലതാണ്. പലപ്പോഴും ഇപ്പോൾ മുലപ്പാലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് ഏറെ പ്രൊമോട്ട് ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ എന്നിട്ട് പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര മുലപ്പാൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 400ഓളം വസ്തുക്കളുണ്ട് മനുഷ്യൻ്റെ മുലപ്പാലിൽ, 400ഓളം വ്യത്യസ്ത ഇൻഗ്രീഡിയൻറ്റുകൾ. ഓരോന്നും കുഞ്ഞിന് രോഗപ്രതിരോധ ശക്തി നൽകുന്നത്, കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത്, കുഞ്ഞിൻ്റെ തലച്ചോറിന് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത്, ഇങ്ങനെയെല്ലാം ഉള്ളതാണ്. ഇവ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഓരോ സമയത്തും എത്തേണ്ടതുണ്ട്. 6 മാസം നിർബന്ധമായും മുലപ്പാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അതിനുശേഷം മുലപ്പാലിൻ്റെ ഘടനയ്ക്ക് തന്നെ മാറ്റം വരുന്നു. അതിനനുസരിച്ച് മനുഷ്യ ശിശുവിൻ്റെ വളർച്ചക്കനുസരിച്ച് മുലപ്പാലിൻ്റെ ഘടനയ്ക്ക് മാറ്റം വരുന്നു. ഞാൻ പറഞ്ഞു, എൻഡോക്രൈനോളജിയിലെ പുതിയ പഠനങ്ങൾ നമ്മൾ ബാക്കിയെല്ലാം നമ്മുടെ ഹെൽത്ത് സെൻ്ററുകളിൽ നമ്മൾ കേൾക്കുന്നതാണ്. രോഗപ്രതിരോധ ശക്തിയെക്കുറിച്ച്, മാതാവിൻ്റെ ഗർഭാശയ ക്യാൻസറിനെ പോലെയുള്ള, സ്തന ക്യാൻസറിനെ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുല കൊടുക്കുന്ന സ്ത്രീകളിൽ കുറവാണ് എന്ന കാര്യം, അതേപോലെ തന്നെ ആദ്യത്തെ 6 മാസം പ്രകൃതിപരമായ ഗർഭനിരോധനോപാധിയാണ് മുലപ്പാൽ യഥേഷ്ടം നൽകുക എന്ന കാര്യം, ഇതെല്ലാം സാധാരണയായി പറയാറുള്ളതാണ്. എന്നാൽ വൈകാരികമായ കുഞ്ഞിൻ്റെ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുലപ്പാലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. ഒന്നാമതായി, കൂടുതൽ മുല കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ മുല കൊടുക്കുന്ന സന്ദർഭത്തിൽ മാതാവിൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊലാക്റ്റിൻ ഉണ്ട്, അതേപോലെ തന്നെ ഓക്സിറ്റോസിൻ ഉണ്ട്. ഇത് രണ്ടും കുഞ്ഞിനെ കൂടുതൽ കളിപ്പിക്കാൻ, കുഞ്ഞിനെ കൂടുതൽ താലോലിക്കാൻ മാതാവിന് പ്രചോദനമുണ്ടാക്കുന്ന 2 ഹോർമോണുകളാണ്. അതേപോലെ തന്നെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഹോർമോണാണ്. വളരെ അത്ഭുതകരമാണ്. ഒരേ മാതാവിൽ നിന്ന് ഓക്സിറ്റോസിൻ വേണ്ട രൂപത്തിൽ ലഭിച്ച വ്യത്യസ്ത വ്യക്തികൾക്ക് അവർ തമ്മിലുള്ള ബന്ധം കൂടുതലായിരിക്കും. മാതാവും കുഞ്ഞും തമ്മിലുള്ള ബന്ധം കൂടും, അതോടൊപ്പം തന്നെ അവർ തമ്മിലുള്ള ബന്ധം കൂടുതലായിരിക്കും. സാഹോദര്യ ബന്ധത്തിൻ്റെ അടിത്തറ അതാണ് എന്ന് അന്തഃസ്രാവ വ്യവസ്ഥ പ്രകാരമുള്ള അടിത്തറ ഏതാണ് എന്ന് ആ രംഗത്തെ വിദഗ്ധന്മാർ പഠിപ്പിക്കുന്നു. ഓക്സിറ്റോസിൻ വേണ്ടത്ര ലഭിച്ച സഹോദരങ്ങൾ, അഥവാ ഒരേ മാതാവിൽ നിന്ന് ഓക്സിറ്റോസിൻ ആവശ്യമായത്ര ലഭിച്ച വ്യക്തികളുടെ പരസ്പരമുള്ള ബന്ധം ദൃഢമായിരിക്കും. എന്താണ് ഈ ഓക്സിറ്റോസിൻ്റെ പ്രത്യേകത? ഓക്സിറ്റോസിൻ മാതാവിൻ്റെ ശരീരത്തിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എപ്പോഴാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? കുഞ്ഞ് മുലക്കണ്ണ് ചപ്പിക്കുടിക്കുന്ന സന്ദർഭത്തിലാണ് തലച്ചോറിലേക്ക് ആ പ്രചോദനമാണ് യഥാർത്ഥത്തിൽ തലച്ചോറിലെത്തുകയും ഓക്സിറ്റോസിൻ ഉൽപ്പാദനത്തിന് നിർദ്ദേശം വരികയും ചെയ്യുന്നത്. അങ്ങനെ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മാതാവിൻ്റെ മുലപ്പാലിലൂടെ തന്നെ കുഞ്ഞിലെത്തും. അങ്ങനെ എത്തുന്നത് ആവശ്യമായത്ര ഓക്സിറ്റോസിൻ കിട്ടിയാൽ തീർച്ചയായും കുഞ്ഞിന് ബന്ധങ്ങൾ കൂടും,
സാഹോദര്യ ബന്ധമുണ്ടാകും. ആ സാഹോദര്യ ബന്ധം വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഇന്ന് എന്തുകൊണ്ട് സാഹോദര്യ ബന്ധങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ചോദ്യത്തിന് അന്തർസ്രാവ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ഉത്തരം വേണ്ടത്ര ഓക്സിറ്റോസിൻ ലഭിക്കാത്തത് എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ വ്യത്യസ്ത ആൺകുട്ടികളും പെൺകുട്ടികളും അവർ തമ്മിലുള്ള ഒരു സാഹോദര്യമുണ്ട്. പെണ്ണിൻ്റെ ശരീരം അർദ്ധനഗ്നതയോ നഗ്നതയോ കാണുമ്പോൾ തന്നെ പുരുഷ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ജീവശാസ്ത്രപരമായ മാറ്റങ്ങളുണ്ട്. എന്നാൽ സ്വന്തം സഹോദരിയുടേത് കാണുമ്പോൾ അതുണ്ടാകുന്നില്ല. അതിനുള്ള അന്തസ്രാവ വ്യവസ്ഥ പ്രകാരമുള്ള കാരണം ഓക്സിറ്റോസിൻ വേണ്ടത്ര ലഭിച്ചതാണ്, ഓക്സിറ്റോസിൻ ബന്ധനമാണ് എന്നാണ് പറയുക. എന്നാൽ ഇവിടെ നമ്മൾ ഇന്ന് സ്വന്തം സഹോദരിയിലെ പെണ്ണിനെ കാണുന്ന, സ്വന്തം സഹോദരിയിലെ പുരുഷനെ കാണുന്ന അവസ്ഥയുണ്ടാകുന്നതിന് കാരണം എന്താണ് എന്ന ചോദ്യത്തിന് അന്തസ്രാവ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ഉത്തരം ഓക്സിറ്റോസിൻ വേണ്ടത്ര ലഭിക്കാത്തത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അറിയേണ്ടത്, മുലപ്പാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാക്കളുടെ ശരീരത്തിൽ സൃഷ്ടിച്ച വളരെ അത്ഭുതകരമായ ഒരു ദിവ്യ ഔഷധമാണ്. അത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക്, ശരീരത്തിൻ്റെ, തലച്ചോറിൻ്റെ, മനസ്സിൻ്റെ വൈകാരികമായ വളർച്ചയ്ക്ക് എല്ലാം അനിവാര്യമാണ്. അത് നൽകുക എന്നത് കുഞ്ഞിൻ്റെ അവകാശമാണ്, മാതാവിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിനാവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക പിതാവിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് സൃഷ്ടിക്കാൻ കഴിയണം. കുഞ്ഞിൻ്റെ അവകാശം കൊടുക്കാൻ കഴിയാതെ പിന്നീട് കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് വേവലാതിപ്പെട്ടതുകൊണ്ട് കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പോസ്റ്റ് നാറ്റൽ പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പാഠം, മുലപ്പാൽ കൊടുക്കേണ്ട സമയത്ത് 2 വയസ്സുവരെ കുഞ്ഞിൻ്റെ അവകാശമാണ്, അത് നൽകുക എന്നതാണ്. നല്ല കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് അതുവഴി കഴിയും. അതിന് സർവശക്തനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. കുട്ടികളുടെ ചെവിയിൽ ബാങ്കും ഇക്കാമത്തും കൊടുക്കുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഞാനിവിടെ പറഞ്ഞ 6 കാര്യങ്ങളും സ്വഹീഹായ ഹദീസുകളാൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ മധുരം നൽകുക, പ്രാർത്ഥിക്കുക, കുഞ്ഞിൻ്റെ മുടി മുറിക്കുക, അതേപോലെ തന്നെ പേര് വിളിക്കുക, അഖീഖ ഇറക്കുക, ചേലാകർമ്മം ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം. അതേപോലെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം തന്നെയാണ് ഈ മുടി മുറിക്കുമ്പോൾ അല്ലെങ്കിൽ മുടി കളയുമ്പോൾ ആ സന്ദർഭത്തിൽ ഉള്ള മുടിയുടെ തൂക്കത്തിന് തുല്യമായ തൂക്കം വെള്ളിയോ സ്വർണമോ ദാനം ചെയ്യുക എന്നതും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നാൽ ഈ ചെവിയിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്ന ഏർപ്പാട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ റളിയല്ലാഹു അൻഹു പ്രസവിക്കപ്പെട്ടപ്പോൾ വലത് ചെവിയിൽ ബാങ്ക് കൊടുത്തതായി തിർമിദിയും അബൂദാവൂദും അഹ്മദും ഹാക്കിമും ബൈഹഖിയുമെല്ലാം നിവേദനം ചെയ്ത ഒരു ഹദീസുണ്ട്. ഈ ഹദീസിൻ്റെ പരമ്പര ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അഥവാ ഈ ഹദീസ് ളഈഫാണ് എന്നർത്ഥം. എന്നാൽ മറ്റു ചില ളഈഫായ ഹദീസുകൾ തന്നെ ഈ ഹദീസിനെ ബലപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഈ സമ്പ്രദായം സ്വീകരിക്കാവുന്നതാണ് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുന്ന ഏർപ്പാട് പൊതുവെ പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിക്കാറുള്ളതാണ്. എന്നാൽ ആധുനിക ഹദീസ് പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി ഈ തിർമിദിയിലെ ഹദീസിനെ ബലപ്പെടുത്തുന്നത് എന്ന് പറയുന്ന ഹദീസുകൾ അവ മൗദൂ ആണ്, നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് സമർത്ഥിക്കുകയും നിർമ്മിതമായ അഥവാ മൗദൂ ആയ ഹദീസുകൾ ഒരു ളഈഫായ ഹദീസിനെ ബലപ്പെടുത്തുകയില്ല എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു കർമ്മത്തിന് യാതൊരടിത്തറയുമില്ല എന്നാണ് ആധുനികരായ ചില ഹദീസ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും
കുഞ്ഞിൻ്റെ ചെവിയിൽ ആദ്യമായി അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും ഏകദൈവാരാധനയുടെ മഹത്വം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്ന ബാങ്ക് ആദ്യം കേൾക്കുന്നത് തന്നെയാണ് നല്ലത് എന്നതുകൊണ്ട് ഇത് അഭികാമ്യമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുന്ന സമ്പ്രദായം പൊതുവെ പണ്ഡിതന്മാരാൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. എന്നാൽ ലഈഫായ ഹദീസ് മാത്രമുള്ളതുകൊണ്ട് അതൊരു മതകർമ്മം എന്നുള്ള നിലക്ക് ചെയ്യുന്നത് ശരിയല്ല എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുമുണ്ട്. അതുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് സ്വഹീഹായ ഹദീസുകളുടെ പിൻബലമില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ കൂടെ അത് പറയാതിരുന്നത് എന്നാണ് ചോദ്യത്തിന് ഉത്തരമായി സൂചിപ്പിക്കാനുള്ളത്. സ്ത്രീകൾ കുട്ടികൾക്ക് മുല കൊടുത്താൽ സ്ത്രീകളുടെ സൗന്ദര്യം കുറയുമോ? അത് കാരണമാണല്ലോ സ്ത്രീകൾ കുട്ടികളെ മുലകൂടി ബന്ധം 2 വർഷത്തിന് മുന്നേ തന്നെ നിർത്തുന്നത്. ചോദ്യത്തിന് ഉത്തരമായി ഒന്നാമതായി പറയേണ്ടത്, സൗന്ദര്യം കുറഞ്ഞു പോയി എന്നാൽ തന്നെയും ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മാതാക്കൾ അവരുടെ ബാധ്യതയാണ് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുക എന്നത്. അത് പടച്ചവൻ മാതാക്കളുടെ ശരീരത്തിൽ ഏർപ്പെടുത്തിയ സംവിധാനമാണ്, അനുഗ്രഹമാണ് നമ്മൾ പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇനി സൗന്ദര്യം കുറയുമെന്നത് വളരെ അടിസ്ഥാനരഹിതമായ ഒരു വിചാരമാണ്. അതുമൂലം സ്തനത്തിന് ഇടിവ് സംഭവിക്കുമെന്നും അതുകൊണ്ട് തന്നെ സൗന്ദര്യമില്ലാതെ പോകുമെന്നുമെല്ലാമുള്ള ധാരണകൾ കാര്യമാത്ര പ്രസക്തമായ ശാസ്ത്രീയമായ അടിത്തറകളില്ലാത്ത കേവല വാദം മാത്രമാണ്. അത് ആർട്ടിഫിഷ്യലായ പാലിന് പകരമായി നിർമ്മിക്കപ്പെടുന്ന വസ്തുക്കൾ, ബേബി ഫുഡുകൾ ചിലവാക്കുവാനും അതേപോലെ തന്നെ സ്ത്രീയെ പൊതുവെ മാർക്കറ്റിൽ സൗന്ദര്യ വിൽപ്പന നടത്തുന്നതിനും വേണ്ടി പ്രചോദിപ്പിക്കുന്ന മുതലാളിത്ത മാധ്യമങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച തെറ്റിദ്ധാരണകളിലൊന്നാണ് എന്ന വസ്തുത മനസ്സിലാക്കുകയും യഥാർത്ഥ സൗന്ദര്യം എന്നത് പ്രകൃതിപരമായ കാര്യങ്ങൾക്ക് കീഴടങ്ങലാണ് എന്ന കാര്യം ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ് മാതാവും പിതാവും ചെയ്യേണ്ടത്. ചുരുങ്ങിയ ഗർഭകാലം 6 മാസമാണെന്നാണല്ലോ പറയുന്നത്. ഇതിൻ്റെ വ്യവസ്ഥ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ ഖുർആനിലെ 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 14-ാമത്തെ വചനത്തിൽ മുലകുടിപ്രായം 2 വർഷമാണ് എന്ന് പറഞ്ഞു. 46-ാമത്തെ അധ്യായം സൂറത്തു സുഹ്റുഫിലെ 15-ാമത്തെ വചനത്തിൽ മുലകുടിപ്രായവും ഗർഭധാരണ സമയവും കൂടി 30 മാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ മുലകുടിപ്രായം 12 മാസം 30-ൽ നിന്ന് കിഴിച്ചാൽ പിന്നെ 24 മാസം 30-ൽ നിന്ന് കഴിച്ചാൽ 6 മാസം എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ 6 മാസമാണ് മിനിമം പ്രഗ്നൻസി പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പുതിയ ശാസ്ത്രീയമായ പഠനങ്ങളും അത് ഉറപ്പിക്കുന്നതാണ്. മോർട്ടാലിറ്റി റേറ്റ് അതിനെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്നത് തന്നെ 6 മാസം മുതൽക്കാട് 6 മാസം പൂർത്തിയായാൽ മാത്രമേ ഒരു കുഞ്ഞ് പിന്നെ ആ സമയത്ത് പ്രസവിക്കപ്പെട്ടാൽ എന്തെങ്കിലും ചെയ്തു നോക്കി അതിൻ്റെ ജീവൻ നിലനിർത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മിനിമം പ്രഗ്നൻസി 6 മാസമാണ് എന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങളും വ്യക്തമാക്കുന്നത്. 2 വർഷം പൂർണ്ണമായി മുല കൊടുക്കണമെന്ന് പറയുന്നത് നിർബന്ധമാണോ? രണ്ട് വർഷം മുല കൊടുക്കണം എന്നത് പ്രകൃതിപരമായ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളില്ലെങ്കിൽ അഥവാ മാതാവിൻ്റെ ആരോഗ്യത്തിന് അതിന് മാത്രം ഹാനികരമാകും എന്ന് വിശ്വസ്തനായ ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്യുകയോ അതല്ലെങ്കിൽ പ്രകൃതിപരമായ കാരണങ്ങൾ, ചിലപ്പോൾ ആ സമയത്ത് ഗർഭിണിയല്ലാവുകയാണെങ്കിൽ ചിലപ്പോൾ മുലപ്പാലില്ലാതെയാകും. പ്രകൃതിപരമായ കാരണങ്ങളാൽ മുലപ്പാൽ വറ്റിപ്പോവുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് മുല കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അതിനെ ഒരു ഫർളിൻ്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് പറയേണ്ടത് എന്നാണ് ഉത്തരം.
الله